Divine healing, divine healing, divine healing. ഈശോ നമുക്കായി നൽകും. അവൻ തൻ മുറിവിൻ ആഴം സൗഖ്യമായി നമ്മിൽ നിറയും. അവൻ തൻ മുറിവിൻ ആഴം സൗഖ്യമായി നമ്മിൽ നിറയും. ഹീലിംഗ്, 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 ഡിവൈൻ ഹീലിംഗ് ഈശോ നൽകും. ഹീലിംഗ്, 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 ഡിവൈൻ ഹീലിംഗ് ഈശോ നൽകും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തിയ കർത്താവെ, ഞങ്ങൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. രാജസേവകൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ആ പറയുന്ന പുത്രന് അപ്പോൾ തന്നെ സൗഖ്യം ലഭിച്ചതുപോലെ ഞങ്ങൾ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. നമുക്ക് തുടർന്ന് വിശ്വാസ പ്രഖ്യാപനം നടത്താണ്. ഇനിയുള്ള 33 ദിവസം കർത്താവ് എന്നെ സുഖപ്പെടുത്തും, എൻ്റെ കുടുംബത്തെ സുഖപ്പെടുത്തും. ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവർക്ക് സൗഖ്യമുണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വിശ്വാസ പ്രഖ്യാപന പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാം. ഇല്ലായ്മയിൽ നിന്ന് എന്നെ സൃഷ്ടിക്കുകയും വാത്സല്യാധിക്യത്തോടെ പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, അങ്ങാണ് എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ്. പുറപ്പാട് 15:26 ഞാൻ സൗഖ്യം പ്രാപിക്കേണ്ടതിനായി അടിപ്പിണരുകളാൽ എന്നെ ഏറ്റ യേശുവേ, എല്ലാ രോഗികളുടെയും മേൽ അങ്ങേക്ക് അധികാരമുണ്ട്. യെശയ്യാ 53:1, പത്രോസ് 2:24, ലൂക്കാ 9:1 എന്ന് ഞാൻ ഏറ്റുപറയുന്നു. ജീവദായകനായ പരിശുദ്ധാത്മാവേ, ജീവശ്വാസം സദാ എന്നിലേക്ക് ഊതി എന്നെ ജീവിപ്പിക്കുന്നത് അവിടുന്നാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങ് എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് ഞാൻ ആവർത്തിച്ച് ഏറ്റുപറയുന്നു. കർത്താവേ, മരുന്നോ ലേപനമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്നത് അങ്ങയുടെ വചനമായ ക്രിസ്തുവാണ്. എല്ലാ രോഗികളുടെ മേലും അധികാരമുള്ളവനായ യേശുവേ, അങ്ങ് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുന്നവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുനാഥ, അവിടുന്ന് എൻ്റെ രോഗങ്ങൾ വഹിച്ചവനാണ്. അവിടുത്തെ ക്ഷതങ്ങളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. കർത്താവേ, അങ്ങേ നാമത്തിൽ നീങ്ങിപ്പോകാത്ത ഒരു രോഗവും ആകാശത്തിന് കീഴിലില്ല. സകലത്തിന്റെയും നാഥ എന്നേക്കും. തുടർന്ന് രോഗത്തെ സമർപ്പിച്ച് സ്തുതിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് അതിരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ സ്തുതിപ്പിന്റെ ഈ സമയത്താണ് ഒരുപാട് അത്ഭുതങ്ങൾ, രോഗസൗഖ്യങ്ങൾ സംഭവിക്കുന്നത്. നമ്മളെല്ലാവരും അതിരം തുറന്ന് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതാണ്. ഇവൻ അന്ധനായി ജനിച്ചതെന്ന് അരുൾ ചെയ്ത യേശുവേ, എന്റെ രോഗാവസ്ഥയിലൂടെ എന്നെ സുഖപ്പെടുത്തുന്ന ദൈവത്തിന്റെ സ്നേഹവും കരുതലും അനുഭവിക്കുവാൻ എനിക്കിടയാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു. ദുരിതങ്ങൾ എനിക്കുപകാരമായി, തന്മൂലം ഞാൻ അങ്ങേ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ എന്ന തിരുവചനം പറയുന്നു. അതേ കർത്താവേ, എന്റെ രോഗം അങ്ങിലേക്ക് തിരിയാൻ എനിക്കുപകാരമായി. ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു എന്ന തിരുവചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മാനസാന്തരത്തിന് ഈ രോഗം ഉപകരിച്ചു എന്നതിനാൽ രോഗത്തെ പ്രതി ദൈവമേ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. അതോടൊപ്പം എൻ്റെ വ്യക്തിബന്ധങ്ങൾ നവീകരിക്കുവാനും ആഴപ്പെടുവാനും ഈ രോഗം ഉപകരിച്ചു.
അനേകരുടെ കരുതലുള്ള സ്നേഹം ഞാൻ അനുഭവിച്ചറിഞ്ഞു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന വചനം ഏറ്റുപറഞ്ഞ് ഞാൻ എൻ്റെ രോഗത്തെ പ്രതി ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. രോഗാവസ്ഥയിലുള്ളവര് എല്ലാവരും തന്നെ ഇപ്പൊ സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് തീരുമാനിക്കാം. കർത്താവിന്റെ രോഗസൗഖ്യം കർത്താവെ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഇപ്പോൾ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. എല്ലാ രോഗികൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കാം. കർത്താവെ, അങ്ങ് അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ലെന്ന് വിശ്വസിക്കുന്നു. എനിക്കുള്ള രോഗങ്ങൾ അങ്ങെടുത്ത് മാറ്റണമേ. ശരീരത്തിന്റെ നാഡീ ഞരമ്പുകളിലേക്ക് അങ്ങയുടെ തിരുരക്തം ഒഴുക്കി അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. നാഡീ ഞരമ്പുകളിലേക്ക് യേശുവിന്റെ രക്തം വന്ന് നിറയട്ടെ. അനേക മക്കളുടെ ജീവിതത്തിലേക്ക് രക്തത്തിന്റെ അഭിഷേകം, ദ ബ്ലഡ് ഓഫ് ജീസസ്. 1 യോഹന്നാൻ 1:7 അഭിഷേകത്താൽ രോഗസൗഖ്യങ്ങള്, തിരുരക്തത്തിന്റെ അഭിഷേക ജ്വാല നിറയുന്നത് കാണുന്നു. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കണ്ണിന്റെ വേദനകൾ വിട്ടുമാറട്ടെ, തൊണ്ടയിലെ വേദനകൾ വിട്ടുമാറട്ടെ, ശരീരത്തിലുള്ള മുഴകൾ വിട്ടുമാറട്ടെ, ശരീരത്തിലുള്ള ക്യാൻസർ വിട്ടുമാറട്ടെ, ശരീരത്തിലുള്ള അസിഡിറ്റി വിട്ടുമാറട്ടെ, ശരീരത്തിലുള്ള പ്രഷർ വിട്ടുമാറട്ടെ, ശരീരത്തിലുള്ള മറ്റ് പ്രമേഹ രോഗാവസ്ഥകൾ വിട്ടുമാറട്ടെ, സകല പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. യേശുവിൻ തിരുരക്തത്താൽ രോഗസൗഖ്യം സംഭവിക്കട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദി ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. ആമേൻ. സ്നേഹമുള്ളവരെ, തുടർന്ന് നമ്മൾ അനുരഞ്ജന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്ത ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ കർത്താവ് ആ രോഗികളോട് പലരോടും പറഞ്ഞു, നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും പാപാവസ്ഥയിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു രോഗം വരാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലുമൊക്കെ പാപത്തിൽ സ്ഥിരമായിട്ട് വീണു പോകുന്നവര് രോഗമായിട്ട് മാറിയ അവസ്ഥകൾ, ഈ പാപാവസ്ഥകൾ വിട്ടുമാറും. പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഈ ശുശ്രൂഷയിൽ 33 ദിവസം കൊണ്ട് അത് മാറ്റണം. അത് മാറ്റിയില്ലെങ്കിൽ സൗഖ്യം ഉണ്ടാവില്ല. കർത്താവിന് കൈനീട്ടി അനുഗ്രഹിക്കാൻ പറ്റില്ല. അതാണ് ഈ ശുശ്രൂഷയുടെ പ്രത്യേകത. പറഞ്ഞേക്കണേ, ഞാൻ എൻ്റെ ആണിപ്പാടുള്ള കരനീട്ടി അനുഗ്രഹിക്കുന്നതാണ്. ഈ ആണിപ്പാടുള്ള കരങ്ങൾ നമ്മളിലേക്ക് നീട്ടണമെങ്കിൽ നമുക്ക് വൈരാഗ്യമോ വിദ്വേഷമോ ശത്രുതയോ പാടില്ല. വിദ്വേഷത്തിന്റെ വേര് വളരരുതെന്ന് പറയണത് ഹെബ്രായ ലേഖനത്തിലാണ് അങ്ങനെ പറയണത്. വിദ്വേഷത്തിന്റെ വേര് വളർന്നാൽ പിന്നെ ദൈവത്തിന് ഇടപെടാൻ പറ്റില്ല. ദൈവം ഇടപെടുന്നത് അനുരഞ്ജനത്തിൽ കടന്നു വരുന്ന മാത്രം. നമുക്ക് ആരെങ്കിലുമൊക്കെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ക്ഷമിക്കാൻ തീരുമാനിക്കും. നമുക്ക് ആരോടും ദേഷ്യമില്ല എന്ന് തീരുമാനിക്കും. അവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയാണ് അനുരഞ്ജനത്തിന്റെ. മനസ്സിൽ നിറയുന്ന മലിനതയെല്ലാം കഴുകി ധന്യരാക്കും. ആ നല്ല പാട്ട് നമ്മൾ ഈ ഒരു അനുരഞ്ജനത്തിന് ശേഷം നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന നമുക്ക് ശ്രദ്ധാപൂർവം നമുക്ക് ശ്രമിക്കാം. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാന്റെ യാചന ഏറെ ശക്തിയുള്ളതും ഫലദായകവുമാണ് എന്ന് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലൂടെ അറിയിച്ച കർത്താവേ, ജീവിതാന്ത്യമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക എന്ന അങ്ങയുടെ കൽപ്പന പ്രകാരം എന്നെ ദ്രോഹിച്ച എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു. അവരുടെ എല്ലാ തെറ്റുകൾക്കും ഹൃദയപൂർവ്വം ഞാൻ മാപ്പ് കൊടുക്കുന്നു. അങ്ങേ സന്നിധിയിൽ ഞാൻ നീതീകരിക്കപ്പെടേണ്ടതിനായി എന്നോട് തെറ്റ് ചെയ്ത ഓരോരുത്തരെയും തിരുമുമ്പിൽ ഞാൻ നീതീകരിക്കുകയും അവരോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. എൻ്റെ വാക്കും പ്രവൃത്തിയും ഉപേക്ഷയും വഴി ഞാൻ വിഷമിപ്പിച്ചവരോടെല്ലാം മാപ്പിരക്കുന്നു. അവരും ഞാനും തമ്മിലുള്ളവായ ഹൃദയ അകൽച്ച മാറ്റി ഞങ്ങളെ അനുരഞ്ജിപ്പിക്കണമേ. കർത്താവേ, എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായി എൻ്റെ ശത്രുക്കളെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. സകലവിധ രോഗങ്ങളിൽ നിന്ന് നിന്നെ സുഖപ്പെടുത്തി ഞാൻ അനുഗ്രഹിക്കുമെന്ന കർത്താവിന്റെ വചനത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമീൻ. തുടർന്ന് നമ്മൾ യേശുനാമം വിളിച്ച് അപേക്ഷിക്കുകയാണ്. മറുപടിയായിട്ട് നമുക്ക് യേശുവേ വരണമേ, എന്നെ സുഖമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവേ വരണമേ, എന്നെ സുഖമാക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്കപ്പോൾ ഏതെങ്കിലുമൊക്കെ രോഗാവസ്ഥ നിങ്ങൾക്ക് വിട്ടുമാറാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇത് 33 ദിവസം യേശുവേ വരണേ, എന്നെ സുഖപ്പെടുത്തണമേ, അരികിൽ വരേണേ, സദയം തുടേണേ, സുഖമായിടും എൻ്റെ ഉള്ളും. അങ്ങനെ പ്രാർത്ഥിച്ച് നമുക്ക് കർത്താവിന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിരവധിയായ അവിടുന്ന് തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, നിരവധി രോഗികളെ ഞാൻ സുഖപ്പെടുത്തും. എല്ലാ രോഗാവസ്ഥയിലും കഴിയുന്നവര് സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് ഈ വചനത്തിന്റെ അഭിഷേകത്തിൽ റോമ 10:13 കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ആമേൻ. അത് പറയുന്നത് ഇങ്ങനെയാണ്, റോമ 10:13 കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുകയാണ്. യേശുവേ വരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് യേശുവേ വന്ന് എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഓരോ പ്രാർത്ഥനകൾക്കും മറുപടിയായിട്ട് യേശുവേ വരണേ, എന്നെ സുഖപ്പെടുത്തണേ നമുക്ക് പ്രാർത്ഥിക്കാം. കഠിന തലവേദനയിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. തലച്ചോറിന് ക്യാൻസർ ബാധിച്ച അവസ്ഥയിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. തലച്ചോറിലുള്ളിലേക്ക് രക്തം ഓട്ടം കുറഞ്ഞ അവസ്ഥയിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. കൈകാലുകളുടെ തളർച്ചയിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. ഹൃദയ സംബന്ധമായ രോഗങ്ങളിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. ഹൃദയവാൽവുകളിലെ തകരാറുകളിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. ഹാർട്ട് അറ്റാക്കിന്റെ രോഗാവസ്ഥയിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. കാലുകളിലേക്ക് രക്തഓട്ടം കുറഞ്ഞു വേദനിക്കുന്ന അവസ്ഥയിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. വെരിക്കോസ് അൾസർ മൂലം ക്ലേശിക്കുന്ന അവസ്ഥയിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. ശക്തമായി ശ്വാസം മുട്ട് അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. ന്യൂമോണിയ മൂലമുള്ള അസ്വസ്ഥതകളിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. ക്യാൻസർ രോഗാവസ്ഥയിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. വയറ്റിലെ അൾസർ രോഗത്തിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട അവസ്ഥയിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. കുടലിലെ രോഗാവസ്ഥയിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. ലിവർ സിറോസിസ് മൂലം ക്ലേശിക്കുന്ന അവസ്ഥയിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. പിത്തസഞ്ചിയിലെ കല്ലുമൂലമുള്ള അസ്വസ്ഥതയിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. പ്രമേഹ രോഗത്തിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. പ്രഷർ രോഗത്തിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. കിഡ്നിയുടെ രോഗത്തിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. കിഡ്നിയിൽ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് നടക്കുന്ന അവസ്ഥയിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. കിഡ്നിയിൽ കല്ലുകൊണ്ടുള്ള ദുസ്സഹവേദനയിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. നട്ടെല്ലിന്റെ രോഗങ്ങളിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. ഡിസ്ക് പ്രോപ്ലസ് മൂലമുള്ള അസ്വസ്ഥതയിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. അപകടം മൂലമുണ്ടാകുന്ന അസ്വസ്ഥതയിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. Divine healing, divine healing, divine healing ഈശോ നമുക്കായി നൽകും. അവൻ തൻ മുറിവിൻ ആഴം സൗഖ്യമായി നമ്മിൽ നിറയും. അവൻ തൻ മുറിവിൻ ആഴം സൗഖ്യമായി നമ്മിൽ നിറയും. ഹീലിംഗ് 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 ഡിവൈൻ ഹീലിംഗ് ഈശോ നൽകും. ഹീലിംഗ് 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 ഡിവൈൻ ഹീലിംഗ് ഈശോ നൽകും. ചികിത്സ ഒന്നും ഫലിക്കാത്ത അവസ്ഥയിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. രോഗം കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. വാതരോഗാവസ്ഥയിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. ബുദ്ധിമാന്യമുള്ള അവസ്ഥയിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. ഗർഭാശയ രോഗങ്ങളിലേക്ക് യേശുവേ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ.
സുഖപ്പെടുത്തണമേ. രോഗങ്ങളിലേക്ക് യേശുവേ വരേണമേ, എന്നെ സുഖപ്പെടുത്തണമേ. മൂത്രാശയ രോഗങ്ങളിലേക്ക് യേശുവേ വരേണമേ, എന്നെ സുഖപ്പെടുത്തണമേ. ഉറക്കമില്ലാത്ത അവസ്ഥയിലേക്ക് യേശുവേ വരേണമേ, എന്നെ സുഖപ്പെടുത്തണമേ. ചെവി പൊട്ടിയൊലിക്കുന്ന അവസ്ഥയിലേക്ക് യേശുവേ വരേണമേ, എന്നെ സുഖപ്പെടുത്തണമേ. ബ്ലീഡിംഗ് സംബന്ധമായ രോഗത്തിലേക്ക് യേശുവേ വരേണമേ, എന്നെ സുഖപ്പെടുത്തണമേ. തൊണ്ടയിലെ മുഴയിലേക്ക് യേശുവേ വരേണമേ, എന്നെ സുഖപ്പെടുത്തണമേ. ഗ്യാസ് ട്രബിൾ കൊണ്ടുള്ള പ്രയാസത്തിലേക്ക് യേശുവേ വരേണമേ, എന്നെ സുഖപ്പെടുത്തണമേ. തൈറോയിഡിന്റെ രോഗാവസ്ഥയിലേക്ക് യേശുവേ വരേണമേ, എന്നെ സുഖപ്പെടുത്തണമേ. തലനീരിറക്കം കൊണ്ടുള്ള പ്രയാസത്തിലേക്ക് യേശുവേ വരേണമേ, എന്നെ സുഖപ്പെടുത്തണമേ. കണ്ണിൽ നിന്നും വെള്ളം കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് യേശുവേ വരേണമേ, എന്നെ സുഖപ്പെടുത്തണമേ. വായിൽ കുരുക്കളുണ്ടാകുന്ന അവസ്ഥയിലേക്ക് യേശുവേ വരേണമേ, എന്നെ സുഖപ്പെടുത്തണമേ. അലർജി രോഗാവസ്ഥയിലേക്ക് യേശുവേ വരേണമേ, എന്നെ കൂടെ സുഖപ്പെടുത്തണമേ. കൂടെ വരുന്ന പനി എന്ന അവസ്ഥയിലേക്ക് യേശുവേ വരേണമേ, എന്നെ സുഖപ്പെടുത്തണമേ. സ്പോണ്ടലോസിസിലേക്ക് യേശുവേ വരേണമേ, എന്നെ സുഖപ്പെടുത്തണമേ. അണ്ടാശയത്തിലെ സിസ്റ്റുകളിലേക്ക് യേശുവേ വരേണമേ, എന്നെ സുഖപ്പെടുത്തണമേ. കാലിലെ അണുരോഗത്തിലേക്ക് യേശുവേ വരേണമേ, എന്നെ സുഖപ്പെടുത്തണമേ. ഓപ്പറേഷൻ ചെയ്യിക്കാൻ സാമ്പത്തികമില്ലാത്ത അവസ്ഥയിലേക്ക് യേശുവേ വരേണമേ, എന്നെ സുഖപ്പെടുത്തണമേ. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എന്റെയുള്ളം. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എന്റെയുള്ളം. മത്തായി 15:30 തത്സമയം മുടന്തൻ, വികലാംഗനാന്തൻ, ഊമൻ തുടങ്ങി എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വലിയ ജനക്കൂട്ടങ്ങൾ അവന്റെ അടുത്ത് വന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയുടെ വെളിച്ചത്താൽ 15:30 അഭിഷേകത്തിൽ എല്ലാവരെയും അവിടെ നിന്ന് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. രോഗസൗഖ്യങ്ങൾ ഈ പറഞ്ഞ പ്രാർത്ഥനകൾക്ക് കർത്താവെ നീ വേഗം വന്ന് എല്ലാവരെയും സുഖപ്പെടുത്തണമേ എന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹിതരെ, തുടർന്ന് നമ്മൾ തിരുവചനം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. തിരുവചനത്തിന്റെ 10 തിരുവചനങ്ങൾ നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് നമ്മൾ ഈ ഒരു ശുശ്രൂഷയുടെ സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 10 തിരുവചനങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പുറപ്പാട് 15:26 എന്ന് അരുൾ ചെയ്ത കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ. നന്ദി നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഞാൻ നിന്നെ വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ജെറേമിയ 30:17 തിരുവചനത്തിലൂടെ അരുൾ ചെയ്ത കർത്താവെ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. മരുന്നോ ലേപനമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്നത് കർത്താവിന്റെ വചനമാണെന്ന് ജ്ഞാനം 16:12 അരുൾ ചെയ്ത കർത്താവെ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവിയിനി അടയുകയില്ല. മുടന്തർ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനമുതിർക്കും. ഏശയ്യ 35:5-6 എന്നരുൾ ചെയ്ത കർത്താവെ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നായനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. ഏശയ്യ 30:20 അരുൾ ചെയ്ത കർത്താവെ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഏശയ്യ 38:5 നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചിരിക്കുന്നു. ഇതാ നിന്റെ ആയുസ് 15 വർഷം കൂടെ ദീർഘിപ്പിക്കുമെന്ന് ഹെസക്കിയായുടെ അരുൾ ചെയ്ത കർത്താവെ, ഞങ്ങളുടെ ആയുസിന്റെ ദൈർഘ്യം കൂട്ടി ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. യെശയ്യാ 53:4 നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ ചുമന്നത്, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു എന്ന് അരുൾ ചെയ്ത കർത്താവേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നിയമാവർത്തനം 7:15 കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. യാക്കോബ് 5:14 വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുമെന്ന് അരുൾ ചെയ്ത കർത്താവേ, ഞങ്ങളുടെ എല്ലാ രോഗപീഠകളിൽ നിന്ന് പരിശുദ്ധ മറിയം വഴിയായി ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. തുടർന്ന് നമ്മൾ തിരുരക്തത്തിന്റെ അഭിഷേകത്തോടുകൂടെ സമാപന ആശീർവാദം സ്വീകരിക്കുകയാണ്. 33 ദിവസം ബ്ലഡ് ഹീൽസ് മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഈശോയുടെ രക്തം കൊണ്ട് എന്നെ സുഖപ്പെടുത്തും, അവിടെ നിന്ന് എന്നെ സുഖപ്പെടുത്തും എന്നുള്ള വചനം വെച്ച് തിരുരക്ത അഭിഷേക പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. യോഹന്നാൻ 19:34. യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ തിരുരക്തത്താൽ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ എന്നെ കഴുകണമേ. ഈ ശുശ്രൂഷയിലുള്ള എല്ലാ മക്കളെയും കഴുകി വിശദീകരിക്കണമേ. തിരുരക്താഭിഷേകം നമ്മുടെ ആത്മാവിനും മനസ്സിനും ശരീരത്തിനും ശുദ്ധിയായി നവീകരിക്കപ്പെട്ട് സൗഖ്യത്താൽ നമ്മളെ മുദ്രിതരാക്കണമേ. 1 യോഹന്നാൻ 1:7 അഭിഷേകത്താൽ നമ്മളെ വിശുദ്ധീകരിച്ച് അഭിഷേകം ചെയ്യട്ടെ. തുടർന്ന് നമ്മൾ ആ കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഈ രോഗികൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് അപകടത്തിൽ വിട്ടുകിടക്കുന്ന രോഗികൾക്ക് വേണ്ടി ഇത് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ദിവസം മറ്റ് വിഷയങ്ങളായിട്ട് ഓരോ ദിവസവും ഓരോ പ്രാർത്ഥനാ ദൈവങ്ങളോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ കമന്റ് ബോക്സിൽ ഈ നിയോഗങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിടണം. നിങ്ങളുടെ പ്രാർത്ഥനകൾ അച്ഛൻ അയച്ചു തരിക ഈ ഗ്രൂപ്പിലേക്ക്. തന്നെ 20 ജപമാലയോളം ചെല്ലാനാണ് പ്രാർത്ഥിച്ചൊരുങ്ങുന്നത്. 33 ദിവസം 20 ജപമാലകൾ. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന ഒരു പ്രധാനപ്പെട്ട നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ മക്കൾക്കും അങ്ങയുടെ സൗഖ്യത്തിന്റെ കരം നീട്ടി അനുഗ്രഹിക്കണമേ. സകല രോഗികളും, പ്രത്യേകിച്ച് ഇന്ന വേദനയോടുകൂടെ കഴിയുന്ന എല്ലാ മക്കളെയും ആശുപത്രികളിൽ, പ്രത്യേകിച്ച് അപകട മരണത്തിൽപ്പെടാൻ സാധ്യതയുള്ള മക്കള്, അപകടത്തിൽപ്പെട്ട ആശുപത്രിയിൽ കഴിയുന്നവര്, കോമ സ്റ്റേജിൽ കഴിയുന്നവര്, രോഗസൗഖ്യത്തിന് വേണ്ടി തിരിച്ചറിയാൻ പറ്റാത്ത വേദനയിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും സുഖപ്പെടുത്തണമേ. ഇന്ന് റിസൾട്ട് വരുന്ന എല്ലാ മക്കളുടെയും റിസൾട്ട് നെഗറ്റീവായി സകല രോഗങ്ങളും മാറ്റി കർത്താവിന്റെ സൗഖ്യത്താൽ കർത്താവെ അലിവ് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.